30 ദിവസങ്ങൾ HIV പറ്റിയുള്ള 30 അറിവുകൾ. Yes to positive. ഇന്ന് നമുക്ക് HIV പ്രധാനമായിട്ടും എങ്ങനെ നമുക്ക് സുരക്ഷിതമായി തടയാം എന്നുള്ളതിനെ പറ്റി നോക്കാം. ഒന്നാമത്തെ കാര്യം, സുരക്ഷിതമായ ലൈംഗിക ബന്ധം. എപ്പോഴും കോണ്ടം ശരിയായി ഉപയോഗിക്കുക. കോണ്ടം ഉപയോഗിക്കുന്നത് HIV മാത്രമല്ല, HPV, VDRL അങ്ങനെ കുറേ അധികം ലൈംഗിക രോഗങ്ങളെ തടയാനായിട്ട് കോണ്ടത്തിൻ്റെ ഉപയോഗത്തോടുകൂടി നമ്മളെ സഹായിക്കുന്നതാണ്. കോണ്ടത്തിനകത്ത് ചില കെമിക്കൽസ് ഉണ്ട്, അത് നമ്മളുടെ മറ്റ് STDസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂചി ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പങ്കിടരുത്, നീഡിൽ ഒരിക്കലും ഷെയർ ചെയ്യരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൂന്നാമത്തേത്, രക്തപരിശോധന ഉറപ്പാക്കുക. അതായത് നമ്മൾ രക്തം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എന്തെങ്കിലും സർജറിക്ക് അടിയന്തരമായി രക്തം സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ രക്തത്തിൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട്, HIV റിപ്പോർട്ട് പരിശോധിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നാലാമത്തേത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു HIV പരിശോധന നടത്തേണ്ടത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭകാലത്തെ HIV ചികിത്സയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ത്രീകളും മിക്കവാറും ഈ പ്രഗ്നൻസി ടൈമിലായിരിക്കും പല സ്ത്രീകളും HIV അറിയുന്നത് പോലും. ആ ഒരു സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ART മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് വൈറസ് പകരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. HIV തടയാനും കഴിയും. അതാണ് നമ്മളുടെ ശരിയായ അറിവും ശരിയായ മുൻകരുതലും ഉണ്ടെങ്കിലുള്ള പ്രയോജനം. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ ഗൈഡ് ലൈൻ ഫോളോ ചെയ്യാം. നാളെ മറ്റൊരറിവുമായി വീണ്ടും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്.